ഹലോ, പെയിൻറ്റിങ് ചെയ്യുന്ന ആൾക്കാരാണോ നിങ്ങൾ? എങ്കിൽ കളർ മിക്സിങ് ഉറപ്പായിട്ടും ചെയ്യുന്നുണ്ടാവും. ഈ ബാക്കി വരുന്ന പെയിൻറ്റൊക്കെ നിങ്ങൾ എന്താ ചെയ്യുന്നത്? കഴുകി കളയുകയാണോ? ഇനി നമുക്കിതേപോലത്തെ ക്യൂട്ട് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയെടുത്താലോ? ഇതുപോലെ എക്സസ് വരുന്ന പെയിൻറ്റ് വെച്ചിട്ട് ഒരു വൈറ്റ് പേപ്പറിൽ നമുക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ്സൊക്കെ ഒന്ന് വരച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഹേർട്സും പിന്നെ കുറേ സ്റ്റാർ അങ്ങനെ കുറേ ഷെയ്ഡ്സ് റാൻഡമായിട്ട് എന്തെങ്കിലുമൊക്കെ തോന്നുന്നതൊക്കെ വരയ്ക്കുന്നുണ്ട്. ഞാൻ ആർട്ട് വീഡിയോസും ക്രാഫ്റ്റ് വീഡിയോസും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. കൂടെ ജേർണലിങ്ങും ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ജേർണലിങ് സപ്ലൈസ് ഇല്ല എന്ന് പറയുന്നതാണ്. എന്ത് ചെയ്യാം, ഇത്രയും പൈസ കൊടുത്ത് ഒരുപാട് സപ്ലൈസ് വാങ്ങിച്ചിട്ട് അതിനനുസരിച്ചുള്ള വീഡിയോ ചെയ്തില്ലെങ്കിൽ അതൊരു നഷ്ടമായി പോകത്തില്ലേ? അപ്പോൾ അത്രയും പൈസ എനിക്ക് വേസ്റ്റ് ആക്കാൻ താല്പര്യം ഇല്ലാഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനൊരു ഐഡിയ കണ്ടുപിടിച്ചത്. എന്തായാലും പെയിൻറ്റ് മിക്സിങ് ചെയ്യുമ്പോൾ എക്സസ് വരുന്ന പെയിൻറ്റ് വാഷ് ഔട്ട് ചെയ്യാതെ വേറെ വഴിയില്ല. എന്തിനാ വെറുതെ പെയിൻറ്റും കൂടി വേസ്റ്റ് ആക്കുന്നത്? അത് നമുക്ക് ഇങ്ങനൊരു നല്ല ഐഡിയ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അതല്ലേ നല്ലത്. അപ്പോൾ പെയിൻറ്റിൻ്റെ പൈസയും ലാഭിക്കാം, സ്റ്റിക്കറിൻ്റെ പൈസയും ലാഭിക്കാം. നിങ്ങൾ എന്നെ പോലെ ഒരു പിശിക്കുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എന്താ, ഇതേപോലത്തെ എന്തെങ്കിലുമൊക്കെ സ്റ്റിക്കേഴ്സ് റെഡിയാക്കി വയ്ക്കാം. ഞാനിപ്പോൾ എക്സസ് വരുന്ന എല്ലാ പെയിൻറ്റും ഇതേപോലെ ആട്ടോ ചെയ്യുന്നത്. സാധാ വൈറ്റ് പേപ്പറിൽ എന്തെങ്കിലുമൊക്കെ ഷെയ്ഡ്സ് വരച്ചെടുക്കുക. അങ്ങനെ ഞാൻ ഒരുപാട് കളേഴ്സിൽ റെഡിയാക്കിയിട്ടുള്ള സ്റ്റിക്കേഴ്സാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലൊരുപാട് ഷെയ്ഡ്സ് ഉണ്ട്, സൈസ് ഉണ്ട്, കോട്ട് ഉണ്ട്, ഫ്ലവേഴ്സ് ഉണ്ട്. അങ്ങനെ എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതേപോലെ പെയിൻറ്റൊക്കെ ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഈ ഒരു ഐഡിയ ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം ഞാൻ ഓരോ കളേഴ്സായിട്ട് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഒരു ഒലീവ് ഗ്രീൻ ഷെയ്ഡ് കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ അത് വെച്ചിട്ട് നല്ല സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഷേപ്സ്, ട്രയാങ്കിൾ, സ്ക്വയർ, റെക്റ്റാങ്കിൾ, ഹാർട്ട്, പിന്നെ കുറേ ലീവ്സ്, അങ്ങനെയൊക്കെ. അതുപോലെ തന്നെ ഒരിക്കൽ എപ്പോഴും മിക്സ് ചെയ്തപ്പോൾ ഒരു അടിപൊളി സയാൻ കളർ കിട്ടി. പിന്നെ അത് വേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഒരുപാട് ഓവൽ ഷേപ്പ്, സർക്കിൾ ഷേപ്പ്, സ്റ്റാർ, ഹാർട്ട്, ട്രയാങ്കിൾ അതൊക്കെ റെഡിയാക്കി വെച്ചു. ഈ കളർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ കുറേ ഫ്ലവേഴ്സ് അതും വരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ റെഡ് കളറിൽ ഫ്ലവേഴ്സ്, 2-3 ടൈപ്പ് ഫ്ലവേഴ്സ്, ഹാർട്ട്സ്, പാറ്റേൺ പേപ്പേഴ്സ്. ഈ ലെങ്തിൽ ഞാൻ വെട്ടി വെച്ചിരിക്കുന്ന എല്ലാം കോഡ്സ് എഴുതാനുള്ളതാണ് കേട്ടോ. അതുപോലെ പിങ്ക്, ഇതൊരു നല്ല പിങ്കിൻ്റെ ഷെയ്ഡാണ്. നമുക്ക് ഫെവിക്രിൽ വാങ്ങിക്കുമ്പോൾ ഇതേപോലെ ഒരു പിങ്കിൻ്റെ ഷെയ്ഡ് കിട്ടും. ഇപ്പോഴും മിക്സ് ചെയ്തപ്പോൾ ആ സെയിം കളർ കിട്ടി. അപ്പോൾ പിന്നെ കളയാൻ തോന്നിയില്ല. ഉടനെ അത് വെച്ച് കുറേ ഫ്ലവേഴ്സും നമ്മുടെ പൂക്കി ബോയും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതും ഭാവിയിൽ യൂസ് ചെയ്യാമല്ലോ. പിന്നെ കുറേ കോഡ്സൊക്കെ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ കയ്യിലുള്ള സ്റ്റിക്കർ കളക്ഷൻസ് എന്ന് പറയുന്നത്. കോഡ്സ്, റെഡ് കളറ്, പിന്നെ ഒരു സയാൻ കളറ്, പിന്നെ കുറച്ച് ഫ്ലവേഴ്സ്, പിന്നെ ഒരു പിങ്ക് ആൻഡ് ഒലിവ് ഗ്രീൻ. ഇതൊക്കെയാണ് ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്ന കുറച്ച് സ്റ്റിക്കേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതിൽ ഏത് കളറാണ് ഇഷ്ടപ്പെട്ടെന്നുള്ളത് പറയണേ. അപ്പോൾ എങ്ങനെയാണ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ, എൻ്റെ സ്റ്റിക്കേഴ്സ് ഇഷ്ടപ്പെട്ടോ, നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുമോ എന്നൊക്കെ ഉള്ളത് അറിയിക്കാൻ മറക്കണ്ട. നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റാ പേജിൽ എന്നെ ടാഗ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഇനി ഞാൻ ആ സ്റ്റിക്കേഴ്സൊക്കെ വെച്ചിട്ട് മുന്നേ ചെയ്തൊരു ജേർണൽ, 2 ജേർണലുണ്ട്, അതും കൂടെ ഒന്ന് കണ്ടു നോക്കിക്കോ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയ സ്റ്റിക്കേഴ്സ് ആണെന്ന് പറയാൻ പറ്റുന്നുണ്ടോ, അതോ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലേ? എന്താണെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ കാണാൻ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഓക്കെ, ബൈ.